കുട്ടികളെ കോടതിയിൽ കൊണ്ടുപോകുന്നതും കുട്ടികളുടെ അടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും കുട്ടികൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതും ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് വളരെ എന്താ പറയുക ഡിസ്റെസ്പെക്റ്റ്ഫുൾ എല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഉണ്ട്. ഡിവോഴ്സിന് മുതിരാതെ. ഉം. ശരിക്കും കുട്ടികൾക്ക് അത്രയ്ക്കും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണോ ഇത്? ആസ് ഇൻ അത് കോടതിയിൽ അങ്ങനെ തന്നെയാണോ അത് അത് സംഭവിച്ചത്? രണ്ട് രീതിയിൽ. ഇപ്പൊ ഫറ ചോദിച്ച ചോദ്യം ദേ ആർ ലിവിങ് ടുഗെദർ വിത്ത് ഓൾ ദീസ് ഡിസ്റെസ്പെക്ട് കുട്ടികളും അതിലുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രോമാറ്റിക് ഇഷ്യൂസ് കുട്ടികൾക്ക് കാണും. അതിനെക്കാളും ബെറ്റർ ആണ് ഇതെന്നാണ് പറയുന്നത്. അതിനെക്കാട്ടും ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് യെസ് ഓർ നോ തീർത്തങ്ങ് പറയാൻ പറ്റില്ല. കാര്യം അല്ല, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാ അറിയോ? പേരൻസിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഉം. പിള്ളേർക്ക് ആഗ്രഹം കാണും ഒന്നിച്ച് പേരൻസ് ജീവിക്കണം എന്ന്, അല്ലെങ്കിൽ സ്വാഭാവികമായി. വേണ്ടാന്നും ആഗ്രഹമുള്ള പിള്ളേർ കാണും കേട്ടോ. ഇവർ ഒന്നിച്ച് ജീവിക്കേണ്ടെന്ന് ആഗ്രഹമുള്ള പിള്ളേരാണ്. കാരണം അവർ തമ്മിൽ ഒരു രീതിയിൽ ഒത്തു പോകുന്നില്ല എന്നും ഈ കാണുന്ന അടിയും വഴക്കും ആണെങ്കിൽ പിള്ളേരും കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള പിള്ളേർ നാച്ചുറലി ഇതിൽ തിങ്ക് എന്തിനാണ് ഈ എന്നും അടിയും വഴക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിലും ഭേദം ഇറ്റ്സ് ബെറ്റർ ദേ പാർട്ട് വേസ് എമിക്കബിളി എന്ന് വിചാരിക്കുന്ന പിള്ളേരും ഉണ്ട്. ആ പിള്ളേരെയൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം അത്രയും ആ ചെറിയ പ്രായത്തിൽ അവർക്ക് അത്രയും മെച്യൂർഡായിട്ട് ചിന്തിക്കാനുള്ളൊരു മൈൻഡ് അവർക്ക് എങ്ങനെ വന്നു? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ശരിക്കുള്ള വിക്ടിംസ് ആരാന്നറിയോ? പിള്ളേരാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അപ്പനും അമ്മയും കൂടെ കാണിച്ചു കൂട്ടിയ പിടിവലിയുടെ പിടിവലി, അവരുടെ ഈഗോ ഇഷ്യൂസ്, അവർക്ക് കോമ്പാറ്റബിൾ ആവാൻ പറ്റുന്നില്ല, ഇതൊന്നും ഈ പിള്ളേരുടെ മിസ്റ്റേക്ക് അല്ല. ഈ ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് പിള്ളേരെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആണല്ലോ. അപ്പോൾ ഈ പിള്ളേർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്ന ആൾക്കാരല്ല. വൈ ടോർച്ചർ ദം? നിങ്ങൾക്ക് കോമ്പാറ്റബിൾ ആവാൻ പറ്റുന്നില്ല, ഈ പിള്ളേരാവുന്നതിന് മുന്നേ പ്ലീസ് പാർട്ട് വേസ്. ചുമ്മാ ഈ പിള്ളേരെ അതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇസ് എ മച്ച് മോർ ഈസിയർ പ്രോസസ്സ് പിള്ളേരില്ലാത്ത സമയത്ത്. പിള്ളേരും കൂടെ വരുമ്പോഴാണ് കോടതികൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ ഭാഗം കൂടെ ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും മെന്റലി കൂടെ ഒരു റോളർ കോസ്റ്റർ ഡ്രെയിനിങ് ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു എന്താ പറയുക കൗൺസിലിങ്ങിന് പോകാനോ ഒരു തെറാപ്പിക്ക് പോകാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർ ചിലപ്പം ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഡിവോഴ്സിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സപ്പോർട്ട് ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ലോ പ്രൊവൈഡ് ചെയ്യുന്നത് കൗൺസിലിങ്ങിൻ്റെ മാറ്റേഴ്സിലല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നിയമം പറയുന്നത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ജസ്റ്റിസ് കിട്ടാതാവരുത്. വിച്ച് ഇസ് വൈ നമുക്ക് കോടതികൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത ലീഗൽ എയ്ഡ് സിസ്റ്റം ഉണ്ട്. ലീഗൽ എയ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫീസ് കൊടുക്കണ്ട. വക്കീലന്മാർ നമ്മുടെ കേസ് ചെയ്യുന്നതിന് ഫീസ് കൊടുക്കണ്ട. അവിടെ പോയി നമ്മുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്താൽ മതി. ദേ വിൽ ഡു യുവർ കേസ് ഫ്രീ ഓഫ് കോസ്റ്റ്. കാര്യം അങ്ങനൊരു സാഹചര്യം കൊണ്ട് പോലും ഒരാൾക്കും ജസ്റ്റിസ് കിട്ടാതാവരുതെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സപ്പോർട്ട് നിയമം കൊടുക്കുന്നുണ്ട്. ലോ ഇസ് പ്രൊവൈഡിങ് ദറ്റ് സപ്പോർട്ട്. പക്ഷേ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഒന്നും കൊടുത്തതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ പിന്നെ എപ്പോഴാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ യു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ ഡിവോഴ്സ്. അത് കഴിയുമ്പോൾ ഈ മാൻഡേറ്ററി പ്രൊസീജിയറിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോയാലേ പറ്റത്തുള്ളൂ. അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു ഇത് അതും ഫ്രീ ഓഫ് കോസ്റ്റ്. അതിന് വലിയ ചാർജൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. ഈവൻ നൗ ആൾക്കാരിപ്പോൾ പലയിടത്തും NRIകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും വീഡിയോ കോൺഫറൻസിൽ കൂടെ ഓൺലൈൻ കൗൺസിലിങ്ങും ഓൺലൈൻ മീഡിയേഷനും ഓൺലൈൻ കോർട്ട് അപ്പിയറൻസ് വരെ കോടതി പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ വീഡിയോ കോളിൽ വന്നാൽ മതി. അപ്പോൾ അത്രയും ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞു. കാരണം ഒരു കാരണം കൊണ്ട് പോലും ആൾക്കാർക്ക് കേസ് നടത്താൻ പറ്റാതാവരുത്, ജസ്റ്റിസ് ഡിനൈഡ് ആവരുത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി കോടതി ഇപ്പോൾ കൊടുക്കുന്നത്.